So, NI തിയറിയിലെ assumptions നോക്കാം. There are no corporate taxes. So, corporate taxes ഇല്ല എന്നുള്ളൊരു assumptionലാണ് നമ്മൾ NI തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. And cost of debt, KD, is always less than KE. KE means cost of equity capital or equity capitalization rate. അപ്പോൾ ഇവിടെ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആയിട്ട് വരുന്നത്. രണ്ട് റീസൺ കൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് വരുന്നത്. ഫസ്റ്റ് റീസൺ, ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോവർ ദാൻ ഡിവിഡൻഡ് റേറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ലോവർ ആവാൻ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് കമ്പയർഡ് ടു ഡിവിഡൻഡ് റേറ്റ്. സെക്കൻഡ് റീസൺ, ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഫോർ ടാക്സ് പർപ്പസ്. സോ ടാക്സ് പർപ്പസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ്, അതായത് ഇൻട്രസ്റ്റ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. സോ അത് കാരണം ഡെറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് കമ്പയർഡ് ടു ഇക്വിറ്റി. ദെൻ തേർഡ് അസംഷൻ, ദ ഡെറ്റ് കണ്ടന്റ് ഡസ് നോട്ട് ചേഞ്ച് ദ റിസ്ക് പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്യും തോറും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷൻ, റിസ്ക് അവർ കൂട്ടുന്നില്ല. സോ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് NI തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. NI തിയറിയിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവറേജ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അണ്ടർ NI തിയറി. ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് NI തിയറിയുടെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ. സോ വൈ ആക്സിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. KE ആൻഡ് KD കോൺസ്റ്റൻ്റ് ആയിരിക്കും. KDയും KEയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ്, KD ഈസ് ലെസ് ദാൻ KE. KEനായിട്ടും കുറവായിരിക്കും KD. അത് കാരണം KD ആണ് താഴെ വരിക, KE മുകളിലാണ് വരിക. രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും ഇങ്ങോട്ട് വരും. അപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യും തോറും KE അവരുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണു, റിസ്ക് അവർ കൂട്ടുന്നില്ല, കൂടുതൽ റിട്ടേൺ അവർ നോക്കുന്നില്ല. സോ അത് കാരണം കോൺസ്റ്റൻ്റ് ആയിരിക്കും വരിക. ഇനി ഈ തിയറിയിൽ പറയണത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഈ 0 എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഡെറ്റ്. 100% ഇക്വിറ്റി ഫേമാണ് ഇവിടെ വരുന്നത്. സോ 100% ഇക്വിറ്റി ഫേമിൽ KO ഈക്വൽ ടു KE ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും 100% ഇക്വിറ്റി ഫേമിൽ. ഇവിടുന്ന് ഇങ്ങോട്ട് വരും തോറും ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആഡ് ചെയ്യുന്നത്, ലിവറേജ്, ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. സോ ഇങ്ങോട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഡിക്ലൈൻ, അല്ലെങ്കിൽ വിൽ റെഡ്യൂസ്. ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഇതാണ് NI തിയറിയിൽ പറയണത്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, KE ആൻഡ് KD ആർ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് ലിവറേജസ്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് ഡെറ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ എടുത്താലും KE ആൻഡ് KD എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡെറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെറ്റ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അത് കാരണം KD ഈസ് ഓൾവേസ് ലെസ് ദാൻ KE. ഇഫ് ദ ഫേം ഈസ് 100% ഇക്വിറ്റി ക്യാപിറ്റൽ, KE ഈക്വൽ ടു KO. ഇതാണ് 100% ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഡെറ്റ്. സോ ഈ ഒരു അവസ്ഥയിൽ KEയും KOയും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ദെൻ വെൻ ദ ഫേം ഇൻക്രീസസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ്, ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ്. സോ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് കൂട്ടുന്തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ടേ വരുന്നുണ്ട്. ഇതാണ് NI തിയറി പറയണത്. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞങ്ങളിവിടെ കണ്ടത്. ഓക്കെ, the value of the firm on the basis of NI theory can be ascertained by. സോ ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. V ഈക്വൽ ടു E പ്ലസ് D ആണ്. E ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ K ആണ്. സോ NI എന്ന് പറയുന്നത് നെറ്റ് ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നെറ്റ് ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ EBIT മൈനസ് ഇൻട്രസ്റ്റ് മൈനസ് ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. അതാണ് NI. ഓക്കെ, E എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് D എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. സോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫേം.
where E equal to NI, net income available to equity shareholders, divided by equity capitalization rate or cost of equity capital. So ഇതാണ് ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. സോ ഇക്വേഷൻ വി ഈക്വൽ ടു ഇ പ്ലസ് ഡി ആണ് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ പഠിച്ചിരിക്കും 3 കാര്യങ്ങൾ. വി ഈക്വൽ ടു ഇ പ്ലസ് ഡി, ഓർ ഇ ഈക്വൽ ടു എൻ ഐ ഡിവൈഡഡ് ബൈ കെ ഇ, എൻ ഐ ഈക്വൽ ടു ഇ ബി ഐ ടി. ചില ക്വസ്റ്റ്യനിൽ ഐ ഇൻട്രസ്റ്റ് മാത്രമേ തരാറുള്ളൂ, ചിലപ്പോൾ ടാക്സ് തരില്ല, പ്രിഫറൻസ് ഡിവിഡൻറ്റും തരില്ല. അപ്പോൾ ഇ ബി ഐ ടി മൈനസ് ഇൻട്രസ്റ്റ് തന്നെയാണ് എൻ ഐ വരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. സോ ഈ 3 ഇക്വേഷനും പഠിച്ചിരിക്കുക. ഇതാണ് എൻ ഐ തിയറിയുടെ ഫോർമുല ആയിട്ട് വരുന്നത്. സോ എൻ ഐ തിയറിയിൽ പറയണത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, വാല്യൂ ഓഫ് ദ ഫേം കൂടും. ഇത് നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിൽ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് എൻ ഐ തിയറിയുടെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാണ്: എക്സ് ലിമിറ്റഡ് ഈസ് എക്സ്പെക്ടിങ് ആൻ ആനുവൽ ഇ ബി ഐ ടി ഓഫ് rupees 1 lakh. The company has rupees 4 lakh in 10% debentures. The cost of equity capital or equity capitalization rate is 12.5%. You are required to calculate the total value of the firm and also state the overall cost of capital. സോ ഈ പ്രോബ്ലത്തിൽ വാല്യൂ ഓഫ് ദ ഫേം ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷൻ എൻ ഐ തിയറിയുടെ ഇക്വേഷൻ വി ഈക്വൽ ടു ഇ പ്ലസ് ഡി ആണ്. സോ ഡി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ആണ്. സോ ഇവിടെ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലേ, ഡിബഞ്ചേഴ്സ് 4 lakh ആണ്. സോ ഡി ഈക്വൽ ടു 4 lakh. നെക്സ്റ്റ് ഇ ആണ്. ഇ ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു എൻ ഐ ഡിവൈഡഡ് ബൈ കെ ഇ. എൻ ഐ എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകം ആണ്. ഇ ബി ഐ ടി മൈനസ് ഐ മൈനസ് ടി മൈനസ് പി ഡി ഉണ്ട്. ഇവിടെ ടി ടാക്സ് റേറ്റും പി ഡി പ്രിഫറൻസ് ഡിവിഡൻറ്റും ഇല്ല. സോ ക്വസ്റ്റ്യനിൽ ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റിനെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അത് കാരണം അത് രണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ഇൻട്രസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. സോ ഇ ബി ഐ ടി 1 lakh ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 lakh ഡെറ്റ് ആണ്. 10% ഡിബഞ്ചർ ആണ്. സോ ഈ 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സോ 4 lakhൻ്റെ 10% 40,000. എൻ ഐ ഈക്വൽ ടു 1 lakh minus 40,000, that is equal to 60,000. Therefore കെ ഇ ഈക്വൽ ടു കെ ഇ 12% ആണ്. 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 അല്ലെങ്കിൽ 0.125 എന്ന് ഇടാം. ഓക്കെ, സോ 12.5% ആയ കാരണമാണ് ഡിവൈഡഡ് ബൈ 100 ചെയ്യണത്. സോ ഈ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് 60,000 ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 4,80,000. ഇതാണ് ഇ. സോ ഈ 4,80,000ഉം ഡി 4 lakh തന്നിട്ടുണ്ട്. Therefore വി ഈക്വൽ ടു 4,80,000 പ്ലസ് 4 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു 8,80,000. ഓക്കെ, ഇനി ഞങ്ങളുടെ അടുത്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ഇ ബി ഐ ടി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 100 ആണ്. ഇ ബി ഐ ടി 1 lakh ആണ്. വാല്യൂ ഓഫ് ദ ഫേം ഇപ്പോൾ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 8,80,000 ഇൻറ്റു 100 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.36%. സോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11.36 ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം 8,80,000. ഇങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ എൻ ഐ തിയറിയിൽ പറയുന്നത് ഓവറോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ റെഡ്യൂസ് അല്ലേ. സോ അത് നമുക്ക് ശരിയാണോ നോക്കാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ, വാല്യൂ ഓഫ് ദ ഫേം കൂടുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് നമുക്ക് ഇത് എ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു, ചെക്ക് ചെയ്യാണ്. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ടോ, വാല്യൂ ഓഫ് ദ ഫേം കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് ദ കമ്പനി ഡിസൈഡ് ടു റേസ്, ഇനി അത് കൂടാണ്ട് ഇപ്പം 4 ലക്ഷമാണ് ഡിബഞ്ചർ വരുന്നത്. സോ അത് കൂടാണ്ട് 1 ലക്ഷം രൂപ കൂടി എക്സ്ട്രാ കമ്പനി എടുക്കുകയാണ് ബൈ ദ ഇഷ്യൂ ഓഫ് 10% ഡിബഞ്ചേഴ്സ്. സോ
സോ 10% ഡിബഞ്ചേഴ്സ് തന്നെയാണ് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് യൂസ് ദ പ്രൊസീഡ്സ് thereof ടു റിഡീം ദ ഇക്വിറ്റി ഷെയർസ്. സോ ഇക്വിറ്റി ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു, ആ 1,00,000 രൂപ എടുത്തിട്ട് ഡെറ്റ് വഴി ഇഷ്യൂ ചെയ്യണ ഡിബഞ്ചർ വഴി ഇഷ്യൂ ചെയ്തിട്ട് 1,00,000 രൂപ റൈസ് ചെയ്തു. ആ 1,00,000 രൂപ ഇക്വിറ്റി ഷെയർസ് റിഡീം ചെയ്തു, തിരിച്ചു കൊടുത്തു. സോ ഈ ഒരു സിറ്റുവേഷനിൽ നേരത്തെ പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. വാല്യൂ ഓഫ് ദ ഫേം എന്തായിരിക്കും? ഇവിടെ എക്സ്ട്രാ ഉള്ളത് 1,00,000 ഡിബഞ്ചേഴ്സ്, അതായത് ഡെറ്റ് അവിടെ കൂട്ടി, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് കൂട്ടി. നേരത്തെ 4,00,000 ആയിരുന്നു, ഇപ്പോൾ 1,00,000 കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇപ്പോൾ 5,00,000 ആയി. സോ വാല്യൂ ഓഫ് ദ ഫേം വി ഈക്വൽ ടു ഇ പ്ലസ് ഡി ആണ്. ഇ ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ കെ ആണ്. ഇൻറ്ററസ്റ്റ് NI ഈക്വൽ ടു EBIT മൈനസ് I ആണ്, ഇൻറ്ററസ്റ്റ് ആണ്. സോ ഇൻറ്ററസ്റ്റ് കാൽക്കുലേഷൻ 4,00,000 ആയിരുന്നു നേരത്തെ, ഇപ്പോൾ 1,00,000 രൂപ അധികമായിട്ട് റേസ് ചെയ്തു. സോ ആ 1,00,000 രൂപയാണിത്. അപ്പോൾ 5,00,000 ആയി. 5,00,000ൻ്റെ 10% ഇൻറ്ററസ്റ്റ്. സോ 50,000. Therefore NI equal to 1 lakh minus 50,000, that is equal to 50,000. Therefore E equal to 50,000 divided by 12.5 into 100. So നേരത്തെ പ്രോബ്ലത്തിൻ്റെ സെയിം തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ പ്രോബ്ലത്തിൽ KE 12.5 ആയിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 12.5 into 100, 4 lakh. സോ സോറി, അവിടെ D അല്ല, D equal to 4 lakh plus 1 lakh, that is equal to 5 lakh ആണ് വരുന്നത്. Then value of the firm V equal to 4 lakh plus 5 lakh, that is equal to 9 lakh. Now overall cost of capital 1 lakh divided by 9 lakh into 100, that is equal to 11.1%. So value കൂടിയോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞോ, ഇതല്ലേ തിയറി പറയണത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും തോറും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ റെഡ്യൂസ്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം 8,80,000 ആയിരുന്നു. ഇനി 1 lakh റേസ് ചെയ്തപ്പോൾ 1 lakh അഡീഷണൽ ആയിട്ട് റേസ് ചെയ്തപ്പോൾ 9 lakh ആയി. സോ വാല്യൂ കൂടി അല്ലേ. സോ വാല്യൂ കൂടുന്നുണ്ട്. ദെൻ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11.36 ആയിരുന്നു, ഇവിടെ 11.11% ആയി. സോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്. സോ ഇതാണ് NI തിയറിയിൽ പറയണത്. ഇതാണ് NI തിയറിയുടെ പ്രോബ്ലം.